അടിപൊളിയായിരുന്നു. ആദ്യ പാട്ട് കണ്ട ത്രില്ല് ഇപ്പോഴും കിട്ടിയ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. കാരണം രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ്, പിന്നെ ഒരുപാട് ക്യാമിയോ റോൾസ് ഒരുപാട് പേര്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകും. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അവഞ്ചേഴ്സിന് ശേഷം എനിക്കൊന്ന് ബെസ്റ്റിംഗ് ആണ്. അടിപൊളി പടം, ഒന്നും പറയാനില്ല, കിട്ടില്ല, മസ്റ്റ് വാച്ച് ആണ്. ഡെഡ് പൂൾ വുൾവറിൻ കോംബോ എല്ലാം അടിപൊളിയാണ്. വലുതായിട്ടില്ല, എന്നാലും ഉണ്ട്. ഇങ്ങനെ മുമ്പ് ഇറങ്ങിയ പാർട്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ സിനിമ ഇതാണ് ബെസ്റ്റ്, അതാണ് അങ്ങനെ പറയില്ല, കൊള്ളാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്? രണ്ടുപേർക്കും ഉണ്ടോ? രണ്ടുപേർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ടാണ് രണ്ടുപേർക്കും. പിന്നെ ഒരു സീക്വൽ വരെ ഉണ്ടോ അടുത്ത പാട്ടല്ലോ? അതുണ്ടാവും. എക്സ്മെൻ അതിനകത്ത് കൺക്ലൂഡ് എല്ലാം ചെയ്യുന്നുണ്ടോ? മൂവി കണ്ടാൽ മതി. കുറെ ക്യാമിയോസ് ഉണ്ടായിരുന്നു. അത് സ്പോയിലർ പറയുന്നില്ല, പക്ഷെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. കുറെ നാളിന് ശേഷം മാർവൽ സ്റ്റുഡിയോസിന്റെ നല്ലൊരു സിനിമ എന്ന് പറയാം. അടിപൊളിയായിരുന്നു, നല്ലൊരു രണ്ടുപേരും കോംബോ കിടിലായിരുന്നു. എക്സ്പെക്ട് ചെയ്ത ഹൈപ്പ് എല്ലാം ഉണ്ട്, മിസ്സാവില്ല, ഫസ്റ്റ് ഡേ തന്നെ കാണാം. 5-6 വർഷത്തിന് ശേഷം മാർവലിന്റെ ഒരു നല്ല പടം. ചേട്ടാ ഉഗ്രം പടം, ഒരു രക്ഷയില്ല, സൂപ്പർ അടിപൊളി പടമാണ്. ധൈര്യമായിട്ട് പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാവുന്നതാണ്. ഫുള്ള് ബർത്താണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ മൂവി. നൈസാ, പക്ക ഒരു ഫാൻ സർവീസ് പടം. നല്ല സിനിമയാണ്, അടിപൊളി പടം. അടിപൊളി പടം, സൂപ്പർ പടം, നൈസ് പടം, അടിപൊളി പടം. കൊള്ളായിരുന്നു. കൊള്ളാം, നൈസാണ് പോയി കണ്ട. കൊള്ളായിരുന്നു, നല്ല സൂപ്പർ മൂവി കൊള്ളായിരുന്നു. സ്റ്റോറി എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും അല്ല, പക്ഷെ ക്യാമിയോസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ഇപ്പം ബ്രേക്ക് ഡൗണും ഈസ്റ്റർ കണ്ടവർക്കൊക്കെ നല്ലൊരു എക്സ്പെക്ടേഷൻ കാണും. ക്യാമിയോസ് ഒക്കെ ഓക്കെയാണ്. ചില കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നിട്ടില്ല, പക്ഷെ മൂവി വർത്തായിരുന്നു സത്യം പറഞ്ഞാൽ. ഹ്യൂമറും പീക്കായിരുന്നു, ഹ്യൂമറൊക്കെ എന്നുവെച്ചാൽ ഈ 2 മണിക്കൂർ നമ്മൾ ആലോചിക്കും ഷോർട്ടാണെങ്കിൽ ആലോചിക്കും, പക്ഷെ ഷോർട്ടല്ല, അത്യാവശ്യം റൺ ടൈമിൽ തന്നെ പ്ലോട്ട് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതുവരെ മെയിൻ സ്റ്റോറി കുറച്ച് മനസ്സിലായിട്ടില്ല. വീട്ടിൽ പോയി ബ്രേക്ക് ഡൗൺ കാണുമ്പോൾ കുറച്ച് പിടി കിട്ടുള്ളൂ. പക്ഷെ മൂവി വർത്തായിരുന്നു, വയലൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല ഓക്കെ ആയിരുന്നു. കോമിക് റീഡേഴ്സിന് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ഒരു ഇതായിരിക്കും, എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും, ബട്ട് വർത്താച്ചാണ് നല്ല മൂവിയാണ്. ബ്രോ പടം കൊള്ളാം, നൈസാണ്, നല്ല മൂവി. വന്ന് കാണുന്നത് തന്നെയാണ് നല്ലത്. എക്സ്പെക്ടേഷൻ വെച്ച് തന്നെ വന്ന് കാണാം. ഞങ്ങളെല്ലാവരും എക്സ്പെക്ടേഷൻ വെച്ച് തന്നെയാണ് വന്നേണ്ടത്. അതേപോലെ ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ല, നല്ലതായിട്ടുണ്ട്. നല്ല കോമഡീസിൻ്റെ വർക്കൗട്ട് ആയിട്ടുണ്ട്.